ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 75 ടെക്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ WWE ഒരു ടൈറ്റിൽ നമ്മൾ 3Dയിൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇത് ചെയ്യാനുള്ള ഇമേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഞാനിവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് ഞാനിതൊന്ന് ആഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ലെയറിന് WWE ടൈറ്റിൽ എന്ന് പറഞ്ഞ് നെയിം കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂയിലിട്ടാണ്. ഓക്കെ, അതിന് വേണ്ടി ഞാനിവിടെ ഫ്രണ്ട് വ്യൂ ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഒരു ക്യൂബ് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം അതിനൊന്ന് സ്കെയിൽ ചെയ്ത് നല്ല വലുതാക്കി വെക്കുന്നു. ഓക്കെ, ഞാനിനി ഇവിടെ കുറച്ച് എഡ്ജ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഞാൻ വെർട്ടെക്സ് സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോ വെർട്ടെക്സും സെലക്ട് ചെയ്ത് അളവിനനുസരിച്ച് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് പെർഫെക്റ്റായിട്ട് വന്നോന്ന് ചോദിച്ചാൽ പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. ഇനിയും നമുക്ക് കുറച്ച് എഡ്ജും കൂടി ആഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഷേപ്പ് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് എഡ്ജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ സൈഡ് വ്യൂവിൽ വന്നിട്ട് ഇവിടുത്തെ ഫേസ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. കാരണം ഇപ്പോഴത്തേക്ക് നമുക്കത് ആവശ്യമില്ല. നമുക്ക് വർക്ക് ചെയ്തതിന് ശേഷം അവിടെ അത് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഞാനിവിടെ 3 അടിച്ച് നോക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. നമുക്ക് ഇവിടെയുള്ള സൈഡ് പ്ലേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അവിടേക്ക് കൊണ്ടുവരുന്നു. ശേഷം അതൊന്ന് സ്കെയിൽ ചെയ്ത് ചെറുതാക്കി വെക്കുന്നു. ഞാനിവിടെ വെർട്ടെക്സ് സെലക്ട് ചെയ്ത് ഇനി കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇപ്പുറത്തെ സൈഡ് പ്ലേറ്റിലോട്ടും കൊണ്ടുവരുന്നുണ്ട്. കാരണം രണ്ടും ഒരേ സൈസാണ്, നമുക്കവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ സൈഡ് പ്ലേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ക്യൂബ് ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം വെർട്ടെക്സ് സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുന്നു, കാരണം നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു പോർഷൻ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുന്നു. ഓക്കെ, ഫൈനലി നമുക്ക് ഇതുപോലെ കിട്ടിയേക്കുന്ന കാണാൻ കഴിയും. ഞാൻ ഇവിടുത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്, കാരണം അതും സെയിം ആണ്. അതുകൊണ്ട് നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഒരുവിധം കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനെല്ലാം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് അതുമായിട്ട് ചേർത്ത് ഒട്ടിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനത് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി ആ സ്ട്രാപ്പിൻ്റെ പോർഷൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഓക്കെ, ഞാൻ ഈ സൈഡിലത്തെ ഫേസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു, കാരണം നമുക്കത് ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ സൈഡിലത്തെ എഡ്ജ് സെലക്ട് ചെയ്യുന്നു. ശേഷം അതിനെ എക്സ്ട്രൂഡ് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി ഞാനിവിടെ കുറച്ച് എഡ്ജ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഞാൻ വെർട്ടെക്സ് സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു എഡ്ജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വെർട്ടെക്സ് സെലക്ട് ചെയ്ത് അത് കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അവസാനം ഞാൻ ഈ ഒരു ഭാഗം കൂടി സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ അതിനെ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇച്ചിരി ഒന്ന് സ്കെയിൽ ചെയ്ത് വെക്കുന്നുണ്ട്, കാരണം ഇതുപോലാണ് ആ ടൈറ്റിൽ വരുന്നത്. ഞാനിവിടെ ടോപ്പ് വ്യൂവിൽ വന്നിട്ട് ഇത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, കാരണം ഇവിടെ ഒരുപാട് ഗ്യാപ്പ് വരുന്നത് കാണാൻ കഴിയും. അതൊന്ന് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ശേഷം ഇതിൻ്റെ സൈസ് ഇച്ചിരി ഒന്ന് കുറയ്ക്കുന്നുണ്ട്, തിക്നെസ് ഇച്ചിരി കുറയ്ക്കുന്നുണ്ട്, കാരണം ഒരുപാട് തിക്നെസ് സ്ട്രാപ്പിന് വരത്തില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം അതൊന്ന് അലൈൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും. ഞാനിവിടെ സ്ട്രാപ്പിൻ്റെ അറ്റം കർവാക്കി എടുത്തിട്ടുണ്ട്, കാരണം ആ ഒരു പോർഷൻ അതുപോലെയാണ് വരുന്നത്.
ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഫേസ് സെലക്ട് ചെയ്യുന്നു. ഈ ഫ്രണ്ടിലത്തെ ഫേസ് ഇത്രയും സെലക്ട് ചെയ്തിട്ട് പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ ഒരു ടെക്സ്ചർ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ആ ഒരു ഫയൽ ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടെക്സ്ചർ കാണാതെന്ന് പറഞ്ഞാൽ നമ്മൾ 6 അടിച്ചിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ UV ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രണ്ട് വ്യൂവിൽ ഇട്ടിട്ട് UV എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഞാൻ ക്രിയേറ്റിലെ ക്യാമറ ബേസ്ഡ് UV കൊടുക്കുന്നു ഫ്രണ്ട് വ്യൂവിൽ ഇട്ടിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കെയിൽ ചെയ്താൽ മതി, റെഡിയാവും. നമ്മൾ മോഡൽ ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ UV കറക്റ്റ് ആവാതെ വരുന്നത്. ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. അഥവാ വെളിയിലോട്ട് തള്ളി നിൽക്കുകയാണെങ്കിൽ വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് സ്കെയിൽ ചെയ്യുന്നു. ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, UV കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊന്ന് മാക്സിമം ഞാനൊന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഫൈനൽ ഔട്ട് നമുക്ക് കിടിലമായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ കാണാൻ കഴിയും. ഞാൻ അവിടുത്തെ UV എടുത്തു, അതുപോലെ തന്നെ സൈഡ് പ്ലേറ്റിൻ്റെ UV എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ സ്ട്രാപ്പിന് കറുത്ത കളർ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു പഴയ WWE സ്പിന്നർ ടൈറ്റിലിൻ്റെ ഏകദേശം ലുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നല്ല മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരു പക്ക ഒറിജിനാലിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് കാണാൻ കഴിയും. ഞാൻ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അത് കാണാൻ കഴിയും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഞാനിത് റെൻഡർ ഔട്ട് എടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് റെൻഡർ ഔട്ട് എടുത്ത ഇമേജസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ കഴിയും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് ഒരുപാട് വർക്ക് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇനി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു കിടിലം വീഡിയോയുമായി കണ്ടുകൊണ്ടുവന്നേരെ. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.